ഇന്ന് നമ്മൾ യൂണിവേഴ്സിനോട് ചോദിക്കാൻ പോകുന്നത് നിങ്ങളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന തടസ്സം എന്താണ്? അപ്പോൾ നമുക്ക് നോക്കാം. എല്ലാവരും എന്തെങ്കിലും ഒരു കാര്യത്തിലൊരു തടസ്സം അനുഭവിക്കുന്നുണ്ടാവും അല്ലേ? അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, എല്ലാവർക്കും റെസൊനേറ്റ് ആവണമെന്നില്ല. അതുപോലെ പോസിറ്റീവ്സും നെഗറ്റീവ്സും വരാം. നിങ്ങൾ പോസിറ്റീവ്സ് മാത്രം എടുക്കുക കേട്ടോ. 6 ഓഫ് പെൻറ്റക്കിൾസ് ആണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് വരുമ്പോൾ നിങ്ങളിവിടെ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ ഒരുപാടായി മറ്റുള്ളവർക്ക് കൊടുക്കുന്ന ആളായിട്ടാണ് ഇവിടെ കാണുന്നത്. ഒരു ഗീവ് ആൻഡ് ടേക്ക് ബാലൻസ് ഇല്ല. നിങ്ങളുടെ സമയമാകട്ടെ, നിങ്ങൾ മറ്റുള്ളവർക്ക് കൊടുക്കുന്ന കെയർ ആവട്ടെ, ഇമോഷൻസ് ആവട്ടെ, സപ്പോർട്ട് ആവട്ടെ, ഇനി ക്യാഷ് ആവട്ടെ, എന്ത് രീതിയിലാണെങ്കിലും നിങ്ങൾ അല്ലെങ്കിൽ ഇത് എല്ലാ രീതിയും ഒരാൾ തന്നെ ചെയ്യണമെന്നില്ല. ഓരോരുത്തർക്കും വ്യത്യാസം വരാം. എന്തായാലും അത് നിങ്ങൾ ഒരുപാട് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക്, പക്ഷേ തിരിച്ചൊന്നും കിട്ടുന്നില്ല. അത്തരത്തിലൊരു അവസ്ഥയാണ്. ഒരു ഗീവ് ആൻഡ് ടേക്ക് നിങ്ങൾക്ക് ബാലൻസ് അല്ല എന്ന് തന്നെ പറയാം. അതാണ് പ്രധാന തടസ്സം. നിങ്ങൾ എല്ലാം കൊടുത്തിട്ട് നിങ്ങളുടെ സെൽഫ് നീഡ്സ് നിങ്ങൾ മറന്നു പോവുകയാണ്. അത്തരത്തിലൊരു എനർജിയാണ് ഇവിടെ കാണുന്നത്. പിന്നീട് നമുക്ക് 10 ഓഫ് വൺസ് ആണ് വന്നിരിക്കുന്നത്. ഇത് വരുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, വളരെയധികം നിങ്ങളിപ്പോൾ ക്ഷീണിച്ചിരിക്കുകയാണ്. ഒരുപാട് ചുമതലകൾ, റെസ്പോൺസിബിലിറ്റീസ് നിങ്ങളുടെ മുകളിലുണ്ട്. ഇനി നിങ്ങൾക്കത് ഒഴിവാക്കാൻ പറ്റുന്നതാണെങ്കിലും നിങ്ങളത് ഏറ്റെടുത്ത് ചെയ്യാൻ ഇവിടെ ശ്രമിക്കുന്നു. അത്തരത്തിലൊരു മാനസിക അവസ്ഥയിലാണ് നിങ്ങളുള്ളത്. അത്തരത്തിലുള്ള എനർജിയാണ്. നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളും കൂടി നിങ്ങളുടെ ചുമലിലേറ്റിയിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോവുകയാണ്. അതുപോലെ ഇമോഷണലി നിങ്ങൾ ഒരുപാട് ലോഡായിട്ടാണ് ഇവിടെ കാണുന്നത്. എല്ലാം ഒറ്റയ്ക്ക് ക്യാരി ചെയ്ത് നിങ്ങൾ ആകെ അവശ്യ നിലയിലായി മാറിയിരിക്കുകയാണ്. ഇത് ഞാൻ മാത്രമേ ചെയ്യുള്ളൂ, എന്നെ കൊണ്ടേ നടക്കുള്ളൂ, ഞാൻ മറ്റുള്ളവർക്ക് ഇങ്ങനെ ചെയ്തു കൊടുക്കണം, അത്തരത്തിലൊരു മൈൻഡ് സെറ്റാണത്. അത് നിങ്ങളെ തളർത്തുന്നതായിട്ടാണ് ഇവിടെ എനിക്ക് മനസ്സിലാവുന്നത് കേട്ടോ. പിന്നീട് 4 ഓഫ് കപ്സ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇത് വരുമ്പോൾ യൂണിവേഴ്സ് ഇവിടെ നിങ്ങൾക്ക് തരുന്ന ചെറിയ ചെറിയ ഓപ്പർച്യൂണിറ്റീസ് പോലും നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ നിങ്ങളുടെ അവസ്ഥ. നിങ്ങളുടെ മനസ്സും ഇത്തരത്തിലുള്ള അനുഭവത്തിലൂടെ പോയിട്ട് നിങ്ങളുടെ മനസ്സും ശരീരവും ഇവിടെ മടുത്തിരിക്കുകയാണ്. നിങ്ങൾക്ക് ജീവിതത്തിൽ എങ്ങനെ എൻജോയ് ചെയ്യണമെന്നോ, നല്ല കാര്യങ്ങൾ വരുമ്പോൾ ഒന്ന് ഹാപ്പി ആവണമെന്നോ നിങ്ങളിപ്പോൾ മറന്നു പോയിരിക്കുകയാണ്. ജീവിതം തന്നെ മടുത്ത് എല്ലാം മതി, ഇനി ഒന്നും വേണ്ട എന്നുള്ള, എല്ലാം നിങ്ങളിലേക്ക് വരുന്ന പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പോലും വേണ്ട എന്ന് വെച്ചിരിക്കുകയാണ് നിങ്ങൾ. അതിനെയൊക്കെ നിങ്ങൾ തിരസ്കരിക്കുകയാണെന്നാണ് ഇവിടെ മനസ്സിലാവുന്നത്. എന്തിനാണ് ഇതെല്ലാം എന്ന ഒരു ഫീലിംഗ് ആണ് നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ ഉള്ളത് കേട്ടോ. ഇവിടെ നിങ്ങൾ ഇമോഷണലി റെസ്റ്റ് എടുക്കുകയാണ് ഇപ്പോൾ വേണ്ടത്. അതുപോലെ ബാലൻസ് ചെയ്യാൻ കാര്യങ്ങൾ പഠിക്കുക. അനാവശ്യമായിട്ട് ഒരുപാട് പേർക്ക് എല്ലാം നിങ്ങൾ അങ്ങോട്ട് മാത്രം കൊടുക്കേണ്ടതില്ല. നിങ്ങൾക്കും ആവശ്യമുള്ളത് നിങ്ങൾ നേടാൻ ശ്രമിക്കണം. അതിനുശേഷമാണ് മറ്റുള്ളവരുടെ കാര്യം. അതുപോലെ നിങ്ങളുടെ എല്ലാ റെസ്പോൺസിബിലിറ്റീസും നിങ്ങൾ ചുമക്കേണ്ടതില്ല. ചിലത് നിങ്ങൾ മാറ്റി വെക്കുക. അത് അവർക്ക് ചെയ്യാൻ പറ്റുന്നത് അവരെ കൊണ്ട് തന്നെ ചെയ്യിക്കുക. ഇമോഷണലി നിങ്ങൾ റെസ്റ്റ് എടുക്കുകയാണ് ഇപ്പോൾ വേണ്ടത്. ആദ്യം നിങ്ങൾ സ്വയം കെയർ ചെയ്യുക, എന്നിട്ട് നിങ്ങൾ മറ്റുള്ളവരെ കെയർ ചെയ്യുന്നത് ആലോചിക്കുക. അതാണ് യൂണിവേഴ്സിൻ്റെ മെസ്സേജ്. അപ്പോൾ ഇനി വീണ്ടും മറ്റൊരു റീഡിങ്ങുമായിട്ട് കാണാം കേട്ടോ.